ഈ 16-കാരിയെ എനിക്ക് കാണുമ്പോ തോന്നുന്നത് അണ്ടവായ ഉണ്ടല്ലോ, ആ സംസാരിച്ച അണ്ടവായ, ആ വായ കാണുമ്പോ എനിക്ക് യൂറോപ്യൻ കക്കൂസാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് കക്കൂസി പോവാ മുട്ടുവാ എനിക്ക്. സോ എനിക്ക് അങ്ങനെ തോന്നുവാണ്. നിങ്ങളുടെ ആ ശബ്ദം ഉണ്ടല്ലോ, ഇപ്പൊ സംസാരിച്ച ശബ്ദം, അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറപ്പുറത്ത് ചിരട്ട വെച്ച് വരയ്ക്കുന്ന പോലത്തെ ഇറിറ്റേറ്റ് സൗണ്ടാണ്. നമസ്കാരം. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ആഞ്ഞടിച്ച് ബിഗ് ബോസ് ഫെയിം ദയ അശ്വതി. നിരവധി ആളുകളാണ് സത്യഭാമയുടെ ധാർഷ്ട്യത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സത്യഭാമയുടെ വൃത്തികെട്ടമായ കാണുമ്പോൾ തനിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഓർമ്മ വരുന്നത് എന്ന് ദയ അശ്വതി പറയുന്നു. അവരുടെ വാക്കുകളിലേക്ക്. 16-കാരിയായ ഐശ്വര്യ റായ് വന്നിട്ടുണ്ട് സൗന്ദര്യത്തെ കുറിച്ച് പറയാൻ, മോഹിനിയാട്ടത്തെ കുറിച്ച് പറയാൻ. ദേ കേട്ടോളി. യെസ്, ഓഫ് കോഴ്സ്, ഷുവർ. ഒരു പുരുഷൻ കാലിൽ കളിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു ആലോചനയില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോയി പെട്ട തവ നയിക്കില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ 16-കാരിയെ എനിക്ക് കാണുമ്പോ തോന്നുന്നത് അണ്ടവായ ഉണ്ടല്ലോ, ആ സംസാരിച്ച അണ്ടവായ, ആ വായ കാണുമ്പോ എനിക്ക് യൂറോപ്യൻ കക്കൂസാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് കക്കൂസി പോവാ മുട്ടുവാ എനിക്ക്. സോ എനിക്ക് അങ്ങനെ തോന്നുവാണ്. നിങ്ങളുടെ ആ ശബ്ദം ഉണ്ടല്ലോ, ഇപ്പൊ സംസാരിച്ച ശബ്ദം, അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറപ്പുറത്ത് ചിരട്ട വെച്ച് വരയ്ക്കുന്ന പോലത്തെ ഇറിറ്റേറ്റ് സൗണ്ടാണ്. പിന്നെ നിങ്ങളുടെ ആ മോന്ത ചുളിവ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 10 കിലോ പുട്ടി ഒന്നിച്ചങ്ങ് അടിച്ചു വെച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഒരു കുറ്റിയും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവൂല. കാരണം എന്താണെന്നറിയോ, നിങ്ങളിപ്പം വേറൊരാളെ അതുപോലെയാണല്ലോ ആക്ഷേപിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അത് വിഷമാവൂല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ കലയ്ക്ക് സൗന്ദര്യം വേണം എന്ന് പറയുന്ന കലാകാരിയെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കലയ്ക്ക് സൗന്ദര്യം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. കലയ്ക്ക് സൗന്ദര്യം, കലയ്ക്ക് കലാവാസന വേണം, അത് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ആ കഴിവില്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള തോന്നിയവാസമൊക്കെ പറയും. പിന്നെ ഈ വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്നനളകുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാന്. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഈ വട്ടളകും കുറച്ച് പ്രായമാവും, 10-60 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഇച്ചിരി പ്രാന്ത് പോലെ കാട്ടാൻ തുടങ്ങും. അതിന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ കലയെ കൊല ചെയ്യല്ല വേണ്ടത്. ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ നല്ല തെറി വെക്കും, പച്ച തെറി. മനസ്സിലായില്ലേ? പിന്നെ മോഹിനിയാട്ടത്തിന് കാല് കവച്ച് വെക്കാണ്ട് പിന്നെ ഏത് ആട്ടത്തിനാണാവോ കാല് കവച്ച് വെക്കേണ്ടത്? അമ്മായി ഒന്ന് പറഞ്ഞു തരണം. 16-കാരിയായി പോയി, ഒന്ന് പറഞ്ഞു തരുമോ? ഏത് സമയത്താണ് കാല് കവച്ച് വെക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ? കലാകാരിയായ സത്യഭാമയെ, 16-കാരിയെ, പിന്നെ സൗന്ദര്യം അങ്ങ് ഒട്ടലെടുത്ത കലാവാസനയുള്ള യൂറോപ്യൻ കക്കൂസെ പോയി ഒന്ന് പറഞ്ഞു തരും അമ്മായിയെ. ഏത് സമയത്താണ് കാലകത്തി വെക്കേണ്ടത്? കലയെ കൊല ചെയ്യാൻ വന്ന ഒരു, എന്തായാലും വയസ്സായി പോവാറായി, നാമം ജപിച്ച് എവിടെങ്കിലൊക്കെ ഇരുന്നൂടെ? ഇജാതി തെറിയേക്കണ നിങ്ങള്.